രാത്രി മുതൽ കനത്ത മഴയാണ്. ഇന്നലെ രാത്രി മുതൽ കനത്ത മഴയാണ്. രാവിലെ മുതൽ ഞാൻ ഒന്നും കഴിച്ചിട്ടില്ല. രാവിലെ മുതൽ ഞാൻ ഒന്നും കഴിച്ചിട്ടില്ല. കഴിഞ്ഞ ആഴ്ച മുതൽ അവൾക്ക് പനിയാണ്. കഴിഞ്ഞ ആഴ്ച മുതൽ അവൾക്ക് പനിയാണ്. ഇവിടെയെല്ലാം ആ പറയുന്ന കാര്യങ്ങൾ തുടങ്ങുന്നത് എപ്പോഴാണെന്ന് കൃത്യമായി പറയുന്നുണ്ട്. ഇന്നലെ രാത്രി മുതൽ, രാവിലെ മുതൽ, കഴിഞ്ഞ ആഴ്ച മുതൽ. മാത്രമല്ല പറയുന്ന കാര്യം കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലെ. ഇത്തരം സിറ്റുവേഷൻസ് എങ്ങനെ പറയാം നമുക്ക്? ഇത് പറയാൻ നമുക്കൊരൊറ്റ വേർഡ് മതി, സിൻസ്. ഒരു ആക്ഷൻ അല്ലെങ്കിൽ പ്രവൃത്തി സ്റ്റാർട്ട് ചെയ്ത സമയം വ്യക്തമായി തന്നിട്ടുണ്ടോ എങ്കിൽ അവിടെ നമുക്ക് സിൻസ് ചേർത്തുകൊണ്ട് പറയാം. ആ ആക്ഷൻ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ആ പ്രവൃത്തി കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നൊരർത്ഥം കൂടിയുണ്ട്. ആദ്യം നമുക്ക് സിൻസ് എവിടെ പ്രയോഗിക്കാം എന്ന് പഠിക്കാം, എന്നിട്ട് ഫുൾ സെന്റൻസസ് പറയാം. നോക്കിയേ, രാവിലെ മുതൽ, രാവിലെ മുതൽ സിൻസ് മോർണിംഗ്. രാവിലെ മുതൽ സിൻസ് മോർണിംഗ്. ഇന്നലെ മുതൽ, ഇന്നലെ മുതൽ സിൻസ് യെസ്റ്റർഡേ. സിൻസ് യെസ്റ്റർഡേ. ഇന്നലെ മുതൽ സിൻസ് യെസ്റ്റർഡേ. അവന്റെ കുട്ടിക്കാലം മുതൽ, അവന്റെ കുട്ടിക്കാലം മുതൽ സിൻസ് ഹിസ് ചൈൽഡ്ഹുഡ്. സിൻസ് ഹിസ് ചൈൽഡ്ഹുഡ്. 2024 മുതൽ, 2024 മുതൽ സിൻസ് 2024. ഇനി ഇത് മാത്രല്ല, അന്ന് മുതൽ, എപ്പോൾ മുതൽ എന്നിങ്ങനെയൊക്കെ പറയുമ്പോഴും നമുക്ക് സിൻസ് യൂസ് ചെയ്യാം. അന്ന് മുതൽ സിൻസ് ദെൻ. അന്ന് മുതൽ സിൻസ് ദെൻ. എപ്പോൾ മുതൽ സിൻസ് വെൻ. എപ്പോൾ മുതൽ സിൻസ് വെൻ. ഇനി നമുക്ക് സെന്റൻസസ് നോക്കാം. ഞാനിവിടെ 2010 മുതൽ താമസിക്കുന്നു. ഞാനിവിടെ 2010 മുതൽ താമസിക്കുന്നു. എങ്ങനെ എഴുതാം? ഐ ഹാവ് ബീൻ കണ്ടിന്യൂസ് ആണ് അല്ലെ, ഇപ്പോഴും താമസിച്ചുകൊണ്ടിരിക്കുകയാണ്. ലിവിങ് ഹിയർ എപ്പോ മുതലാണ്? സിൻസ് 2010. 2010 മുതൽ. അപ്പൊ നമുക്ക് എന്തെഴുതാം? സിൻസ് 2010. ഐ ഹാവ് ബീൻ ലിവിങ് ഹിയർ സിൻസ് 2010. കണ്ടിന്യൂസ് ആണ്. മാത്രമല്ല എപ്പോൾ മുതലാണെന്നതിന് നമുക്കൊരു വ്യക്തമായ സമയം തന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സിൻസ് 2010. ഐ ഹാവ് ബീൻ ലിവിങ് ഹിയർ സിൻസ് 2010. അവൾ രാവിലെ മുതൽ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവൾ രാവിലെ മുതൽ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എപ്പോൾ മുതലാണ്? രാവിലെ. അപ്പോ സിൻസ് മോർണിംഗ്. ഇനി അവൾ എന്ത് ചെയ്യുകയാണ്? കരഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. അപ്പൊ നമുക്ക് എഴുതാം ഷീ ഹാസ് ബീൻ. കരയുക, ക്രൈ അല്ലേ, അപ്പൊ കരഞ്ഞുകൊണ്ടിരിക്കുന്നത് കൊണ്ട് ക്രൈയിങ്. ഷീ ഹാസ് ബീൻ ക്രൈയിങ് സിൻസ് മോർണിംഗ്. രാവിലെ മുതൽ. സിൻസ് മോർണിംഗ്. ഷീ ഹാസ് ബീൻ ക്രൈയിങ് സിൻസ് മോർണിംഗ്. അവൾ ഇന്നലെ മുതൽ എന്നെ വിളിച്ചിട്ടില്ല. അവൾ ഇന്നലെ മുതൽ എന്നെ വിളിച്ചിട്ടില്ല. ഇന്നലെ മുതൽ എന്നതിന് സിൻസ് യെസ്റ്റർഡേ. വിളിച്ചിട്ടില്ല എന്നാ പറയുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നോട്ട് ചേർക്കണം. ഷീ ഹാസൻറ്റ് അല്ലെങ്കിൽ ഹാസ് നോട്ട് എന്ന് പറയാം. ഷീ ഹാസൻറ്റ് വിളിച്ചിട്ടില്ല. കോൾഡ് മീ എപ്പോ മുതലാണ്? ഇന്നലെ മുതൽ. സിൻസ് യെസ്റ്റർഡേ. സിൻസ് യെസ്റ്റർഡേ. ഷീ ഹാസൻറ്റ് കോൾഡ് മീ സിൻസ് യെസ്റ്റർഡേ. അവൾ ഇന്നലെ മുതൽ എന്നെ വിളിച്ചിട്ടില്ല. അവർ ബാല്യകാലം മുതൽ സുഹൃത്തുക്കളാണ്, അല്ലെങ്കിൽ അവർ കുട്ടിക്കാലം മുതൽ സുഹൃത്തുക്കളാണ്. എങ്ങനെ പറയാം? കുട്ടിക്കാലം മുതൽ, ബാല്യകാലം മുതൽ, സിൻസ് ചൈൽഡ്ഹുഡ്. അപ്പോ ദേ ഹാവ് ബീൻ ഫ്രണ്ട്സ്. എപ്പോ മുതൽ? സിൻസ് ചൈൽഡ്ഹുഡ്. സിൻസ് ചൈൽഡ്ഹുഡ്. കുട്ടിക്കാലം മുതൽ
അവർ സുഹൃത്തുക്കളാണ്. They have been friends since childhood. എനിക്ക് അവളെ കുട്ടിക്കാലം മുതൽ അറിയാം. എനിക്ക് അവളെ കുട്ടിക്കാലം മുതൽ അറിയാം. അപ്പൊ എങ്ങനെ എഴുതാം? I have known her since childhood. കുട്ടിക്കാലം മുതലല്ലേ, അപ്പോ since childhood. I have known her since childhood. എനിക്ക് കുട്ടിക്കാലം മുതൽ അവളെ അറിയാം. അപ്പോ സിൻസ് എന്നത് ഒരു ആക്ഷൻ തുടങ്ങുന്ന സമയത്തെ സൂചിപ്പിക്കുന്നതിനാണ് ഉപയോഗിക്കുന്നത്. ആ പ്രവൃത്തി ഇപ്പോഴും തുടരുന്നു എന്നൊരർത്ഥം കൂടിയുണ്ട്. പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി തുടക്കത്തിൽ ഞാനൊരു 3 സെന്റൻസ് പറഞ്ഞല്ലേ, ആ സെന്റൻസസ് ഇതുപോലെ എഴുതി നോക്കാനായിട്ട് ശ്രമിക്കുക. പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.